ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഉഴുന്നും അരിപ്പൊടിയും ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് ഉഴുന്ന് ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരും. ആ ഒരു പാകമാവും വരെയും വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഉഴുന്നിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എള്ള് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിനി പാക്കറ്റ് പൊടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അതൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പൊടി നല്ല പെർഫെക്റ്റായി തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂൽപുട്ടിൻ്റെ അച്ചു എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചില്ലിട്ട് കൊടുക്കാം. ശേഷം ഇതിലോട്ട് മാവ് നിറച്ച് കൊടുക്കാം. ഇനി ഇത് അടയ്ക്കാം. ഞാൻ ഈ അച്ചിനുള്ളിലെല്ലാം നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവൊന്നും ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. ഞാനിവിടെ ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാവ് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ വാഴയിലയിൽ ഇതുപോലെ നുറുക്കുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഓരോന്നും നല്ലപോലെ തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. നിങ്ങൾ ഇതുവരെയും ഉഴുന്ന് നുറുക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഉണ്ടാക്കാനാണെങ്കിലോ വളരെ സിമ്പിളും ആണ്. ഇപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഇല്ലിക്കട്ട് നുറുക്ക് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് കണ്ടോ, എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. എന്തൊരു രുചിയാണെന്നറിയോ ഇത് കഴിക്കാൻ. നിങ്ങൾക്കിതൊരു 2 വീക്സ് ഒക്കെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ഇല്ലിക്കട്ട നുറുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.